ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനെ കുറിച്ചാണ്. മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും പരിഹാരം നിർദ്ദേശിക്കുവാനും കൗൺസിലിംഗ് നൽകുവാനും നമ്മളോടൊപ്പം പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് ഉണ്ട്. പ്രേക്ഷകർക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാം. അതിനെ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഡോക്ടർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നത് എന്താണെന്ന് ആദ്യം ഒന്ന് വ്യക്തമാക്കാമോ? ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ വളരെയധികം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് പലപ്പോഴും ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും പക്ഷേ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്വാതി ഇപ്പോൾ കിച്ചണിൽ കയറിയിട്ട് ഗ്യാസ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്ത് പുറത്ത് പോകാൻ ശ്രമിക്കുമ്പം സ്വാതിയുടെ മനസ്സിൽ ചെറിയ സംശയം, ഓഫ് ചെയ്തില്ലയോ, ഇനി ഒന്നും ശ്രദ്ധിക്കേണ്ടതുണ്ടോ. സോ വാട്ട് വുഡ് ഹാപ്പൻ ഈസ് ദാറ്റ് യു വിൽ ഹാവ് എ ടെൻഡൻസി ടു ഗോ ബാക്ക്. വീണ്ടും പോയ ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഒരിക്കലും 2 പ്രാവശ്യം സ്വാതി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഈ ചെക്ക് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിട്ട് സ്വാതിക്ക് കിച്ചൺ വിട്ട് തന്നെ പോകാൻ പറ്റാതിരുന്ന അവസ്ഥ ഉണ്ടെങ്കിലും വീണ്ടും പോയി നോക്കുക. അപ്പോൾ യുക്തിരഹിതമായ ചില ചിന്തകൾ, ചില ഉത്കണ്ഠകൾ മനസ്സിലുണ്ടാകുന്നു. ഈ മനസ്സിലുണ്ടാകുന്ന യുക്തിരഹിതമായ ചിന്തകളോ ഉത്കണ്ഠകളോ സംശയങ്ങളോ കാരണം പലപ്പോഴും ചില ചെയ്തികൾ, ചില പ്രവൃത്തികൾ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നു. ഒരുപക്ഷെ ഈ ചില ചെയ്തികൾ, പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ ഉത്കണ്ഠയും അതിൻ്റെ ടെൻഷനൊക്കെ വല്ലാതെ കൂടിയ ശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ വ്യക്തി മാറുന്നു. ഈ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. സത്യമായിട്ട് ഒരുപക്ഷെ പലപ്പോഴും ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിലെ വ്യക്തികളുടെ കാര്യം പരിശോധിക്കാമെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഉത്കണ്ഠയുടെ ഒരു രൂപം തന്നെയാണ്. ഒരർത്ഥത്തിലുള്ള ആങ്സൈറ്റി തന്നെയാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. പക്ഷേ ചില വ്യക്തികളുടെ ഒരുപക്ഷെ ജനിതക അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയുടെ പ്രത്യേക പ്രവണത അനുസരിച്ച് ആ വ്യക്തികളിൽ ഉത്കണ്ഠ OCDയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നതാവും കുറച്ചുകൂടെ ശാസ്ത്രീയമായ കാര്യം. സ്ട്രെസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പിരിമുറുക്കം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് കാണുന്ന ചില രസമുള്ള സംഭവങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഒന്ന് എക്സാമ്പിൾ, ഇന്ന് തന്നെ കണ്ടൊരു ആൺകുട്ടി, അയാൾ ഒരു പാരാ ഹെൽത്ത് പ്രൊഫഷണലാണ്. ഹെൽത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അലീഡ് ഹെൽത്ത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണലാണ്. ഈസ് എ യങ് മാൻ, ഒരു 23-24 ഇയേഴ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ അയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ള കുറേ പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇയാൾ ആരെങ്കിലും വിളിച്ച് സംസാരിച്ചെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദിച്ചു, മനോജ് നിനക്ക് സുഖമാണല്ലോ. അയാൾ അങ്ങോട്ട് പോകുമ്പോൾ അയാൾക്ക് സംശയം തോന്നുന്നു, എന്നെ വിളിച്ചത് മനോജ് എന്നാണോ മനോജേ എന്നാണോ. എന്നിട്ട് അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചോദിച്ചു ഇയാൾക്ക് സുഖമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളെന്നോ ചോദിച്ചത്, താങ്കൾക്ക് സുഖമാണെന്നാണ് ചോദിച്ചത്, നിങ്ങൾക്ക് സുഖമാണെന്നാണ് ചോദിച്ചത്. പിന്നെ അത് നിങ്ങളാണോ താങ്കളാണോ ഇയാളാണോ, ഇതിനെക്കുറിച്ചുള്ള മനസ്സിൽ കിടന്ന് ഭയങ്കരമായ അതിനുള്ളിൽ ഉള്ള ഇന്റൻഷനെ പറ്റിയാണോ കൂടുതൽ ചിന്തിക്കുന്നത്? അല്ലല്ല, ഇന്റൻഷനെ കുറിച്ചല്ല, എന്താണ് വാട്ട് എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത്. ഒരു എക്സാമ്പിൾ, വേറൊരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ ഇയാൾ ഇന്ന് സംഭവിച്ചത്, എന്നെ കാണാൻ വീട്ടിൽ വരുന്ന ശേഷം അയാൾ നിൽക്കുമ്പോൾ ഒരു സ്കൂൾ വാനിൽ കുറേ പെൺകുട്ടികളെ കൊണ്ട് വേണ്ടി പോകുന്നു. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി ഇയാളെ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മുഖം കണ്ടു. അങ്ങനെയാണെങ്കിൽ ബോഡി എങ്ങനെയായിരിക്കും, ഇയാൾ കണ്ടിട്ടുള്ള ഏത് കുട്ടികളുടെ ബോഡി പോലെ ആയിരിക്കും ഈ കുട്ടിയുടെ ബോഡി. ഇതിനെക്കുറിച്ച് ഈ ബോഡി അങ്ങനെ ഇരിക്കുമോ ഇങ്ങനെ ഇരിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് പരികല്പനകൾ ഇയാളുടെ മനസ്സിലുണ്ടാവും. ഏതിനെ കൊള്ളണം, ഏതിനെ തള്ളണം, അങ്ങനെ ആവുമെന്ന് നിർബന്ധമുണ്ടോ, ഇല്ല ഇതാവാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഇയാളുടെ കൂടെ സഹപ്രവർത്തകരായി നിൽക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. ഇതിൽ ചില സ്ത്രീകളൊക്കെ ഫോൺ ഫ്രണ്ട്സ് ആക്കിയിട്ടുണ്ട്. അവരുമായി അശ്ലീല സംഭാഷണം നടത്താറുണ്ട്, ഇയാൾ നടത്താറുണ്ട്. പക്ഷേ ഈ അശ്ലീല സംഭാഷണങ്ങൾ നടത്തി വരുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ടെൻഷൻ, ഞാൻ നടത്തിയ അശ്ലീലം ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ, ആ അശ്ലീലം തന്നെയാണോ പോയത്, അവൾ എന്നോട് തിരിച്ചു പറഞ്ഞതും ഞാൻ ആഗ്രഹിച്ച അശ്ലീലം തന്നെയാണോ, അത് പറഞ്ഞ അശ്ലീലം മാറിപ്പോയത്, ഏതാണ്, അതെ എന്താണ് ശരിക്കും സംസാരിച്ചു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ അപ്പോൾ ഈ അശ്ലീലം പറഞ്ഞ് സന്തോഷിക്കാൻ ആഗ്രഹിച്ച ഇയാൾക്ക് കൂടുതൽ ഉത്കണ്ഠയായിരിക്കും പ്രശ്നം. പിന്നെ വേറെയും ചില പ്രശ്നങ്ങൾ, ഇയാൾക്കൊരു ഈ നിലയ്ക്കുള്ള ഒരു ഫോൺ സുഹൃത്തുള്ളതെന്ന് പറഞ്ഞത് HIV AIDS മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ ഇയാൾക്ക് ആ സുഹൃത്ത് പലപ്പോഴും ഇയാളെ നേരിട്ട് കാണാൻ വിളിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും പോകത്തില്ല. കാരണം ലേഡി ഒരു ഫ്രണ്ടാണ്.
പോകാത്ത കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് HIV ഉണ്ടോ, എന്നിട്ട് ആ ചിന്തയെ തുടങ്ങിയ ശേഷം പിന്നെ ഇയാളെ ചിന്ത മാറി വേറെ നിലയ്ക്ക് പോകും. അവർ ഫോൺ ചെയ്തപ്പോൾ ഒരു പക്ഷേ ഫോണിൻ്റെ ശബ്ദബീജികളിലൂടെ എങ്ങനെയെങ്കിലും വല്ല റേഡിയേഷൻ പോലെ HIV വൈറസുകൾ എന്നെ ബാധിക്കുന്നു, പകർന്നിട്ടുണ്ടോ, അതിൻ്റെ പ്രശ്നം എന്താണ്, ഇങ്ങനെ ചിന്തിച്ച് പോയിട്ട് പിന്നെ അതിനുശേഷം ഒരു ഉറക്കവുമില്ല, അങ്ങനെ പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്, ഒരു എക്സാമ്പിൾ. പക്ഷേ ഇത് മാത്രമല്ല, വ്യത്യസ്തമായി കാണും. ഞാൻ വേറൊരു യുവാവിനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പ്രശ്നം ഇപ്പോൾ സ്വാതിക്കറിയാം, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് മൊബൈൽ ഫോൺ. സ്വാതിക്ക് ഇഷ്ടമായിരിക്കും, സ്മാർട്ട് ഫോണുകൾ വേണം, നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ നെറ്റ് എനേബിൾഡ് ആവണം എന്നൊക്കെ. പക്ഷേ ഞാൻ ഈ കാണുന്ന യുവാവിനെ സംബന്ധിച്ച് അയാൾക്ക് ഫോൺ മാനിയല്ല, ഫോൺ ഫോബിയാണ്. ഫോൺ യൂസ് ചെയ്യാൻ വല്ലാത്ത പ്രശ്നമാണ്. അയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾ ഫോണിൽ കൂടി മറ്റൊരാളിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി വനിതകളോട്ട്, അയാൾ പുരുഷനായുണ്ടാവാം, വേണ്ടാത്തനെങ്ങും എല്ലാം പറഞ്ഞു പോകുന്നു. അയാളെപ്പോലൊരു ശുദ്ധൻ, ഒരു യോഗ്യനായ കുട്ടി ലോകത്തുണ്ടോ എന്ന് എനിക്ക് സംശയം. അത്ര യോഗ്യനായ മനുഷ്യനാണ്. പക്ഷേ അയാളുടെ മനസ്സിൽ സംശയം തോന്നുന്നു പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടാത്തത് ഞാൻ പറഞ്ഞു പോകുമോ, എന്തെങ്കിലും കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞു പോകുമോ. മെസ്സേജ് അയക്കാൻ ആരെങ്കിലും ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്നൊരു മെസ്സേജ് തിരിച്ച് ഗുഡ് മോർണിംഗ് സെയിം ടു യു എന്നൊരു മെസ്സേജ് അയക്കാൻ വല്ലാത്ത ഭയമാണ്. ഗുഡ് മോർണിംഗിന് പകരം വേറെ എന്തെങ്കിലും വൃത്തികെട്ട മെസ്സേജ് ഞാൻ അയച്ചു പോകുമോ, ഞാൻ അയച്ച മെസ്സേജ് എന്താവും, അതിനെ പിന്നെ ചൊല്ലി മറ്റ് പുകയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ. അപ്പോൾ ഇപ്പം ഞാൻ അയാളുടെ ഡീസെൻസിറ്റീസ് എന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ രാത്രിയൊക്കെ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് നൂണും ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റൊക്കെ അയക്കുന്ന പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് ഒക്കെ തന്നെയും ഈ ഒബ്സഷണൽ ഡൗട്ട്സ് എന്ന് പറയും. ഡോക്ടർ, അത് ഞാൻ അയക്കുന്ന വേർഡിങ്സ് ശരിയാവുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണോ അതോ മൊബൈൽ യൂസ് ചെയ്യാനുള്ള? അല്ല, മൊബൈൽ യൂസ് ചെയ്യാനുള്ള ഭയമല്ല, താൻ അയക്കുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായി പോകുമ്പോൾ. ചുരുക്കി പറഞ്ഞാൽ ഒരുതരം ഒരു ഓവർ വാല്യൂസ്, മൂല്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഇത്തരം അബ്സോർഡിറ്റി, വേണ്ടാത്തരങ്ങൾ, അശ്ലീലങ്ങൾ, അങ്ങനെയുള്ള അർത്ഥശൂന്യമായ കാര്യങ്ങൾ വന്നു പോകുമെന്നുള്ള ഭയം വരുന്ന പ്രശ്നങ്ങളാണ് ഇത്തരക്കാരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ വേറെ. ഇനി വേറെ രസമുള്ള, ഞാൻ വേറെ ഇപ്പോൾ കണ്ടുകൊണ്ട് മറ്റൊരു ലേഡി, ഒരു എക്സാമ്പിൾ, ഏതൊക്കെ വ്യത്യസ്തമായ തരങ്ങളിൽ ഒബ്സഷൻ വരുന്നു എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയുന്നത്. വേറെ ലേഡി വളരെ നമുക്കൊരു കോളർ ഉണ്ട്. പ്ലീസ്. സുരേഷ് ആണ്, പേരൂർക്കടയിൽ നിന്നും. ഹലോ ഹലോ, കേൾക്കാമോ സുരേഷ്? ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, സുരേഷ് പറയൂ. സർ, ഒരു സംശയം ചോദിക്കാനുണ്ട്. പ്ലീസ്. സർ, ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന അസുഖം വന്നാലേ അത് മാറുന്നതിന് എന്താണ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് അറിയാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എല്ലാം ഒരേ തരത്തിൽപ്പെട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ വളരെ നീണ്ട കാലം നിൽക്കുന്നുണ്ട്, ടെൻ ടു റൺ എ ലോങ്ങർ കോഴ്സ് ഓഫ് ടൈം, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നുണ്ട്. ചില ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ പക്ഷേ വളരെ വേഗം റെസ്പോണ്ട് ചെയ്യുന്നതുണ്ട്. എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന് നൽകുക എന്ന് പറയുന്നത് ഇപ്പം വ്യവസ്ഥാപിതമായി സാധാരണ കണ്ടുവരുന്ന ഒരു സമഗ്രമായ ചികിത്സ എന്ന് പറയുന്ന പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന് വേണ്ടിയുള്ള CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. US ഉക്ല എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന CBT ആണ് ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടുവരുന്ന ഒരു മരുന്ന് കൊണ്ടല്ലാത്ത ചികിത്സ. അതേസമയം തന്നെ പലപ്പോഴും മരുന്നുകൊണ്ടുള്ള ചികിത്സയും വളരെ കൂടുതൽ, ഇപ്പം തന്നെ ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിക്കേഷൻസ് കുറച്ച് ഹയർ ഡോസിൽ കൂടുതലായിട്ട് നൽകുന്ന ചികിത്സ നൽകുന്നുണ്ട്. പലപ്പോഴും പല വിദഗ്ധന്മാരുടെ ഗവേഷണ ഫലങ്ങളും അനുഭവങ്ങളും വ്യക്തമാക്കുന്നത് ഈ മരുന്ന് കൊണ്ടുള്ള ചികിത്സയും ഈ CBT, കോഗ്നിറ്റീവ് തെറാപ്പിയും ഒരു ആരോഗ്യകരമായ അനുപാതത്തിൽ സമഗ്രമായ തലത്തിൽ നൽകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഏറ്റവും ഗുണകരമായിട്ടുള്ള, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ എങ്കിലും ചില കണ്ടീഷൻസിൽ ഒബ്സസീവ് ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. ചില കണ്ടീഷൻ നല്ലവണ്ണം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഈ എവിടെ നീണ്ടു നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ചില വ്യക്തികൾക്ക് ഒബ്സസീവ് ട്രേസ് കാണും. ഫോർ എക്സാമ്പിൾ, വളരെ മെറ്റിക്കുലസ് ആയിരിക്കും, അവിടെ അങ്ങോട്ട് മാറരുത് അങ്ങനെ നിൽക്കുന്ന സ്വഭാവമുള്ള വ്യക്തികൾ. നമ്മൾ അൺകാസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. ഓരോ കാര്യങ്ങളും ഒരു 2 വരയിൽ കൂടെ മാത്രമേ പോകാവൂ, വളരെ അച്ചടക്കവും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റി ഉണ്ടാകാം. വളരെയധികം ഇൻട്രോവേർഷൻ, വളരെ അന്തർമുഖത്വം, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് OCD അല്ലെങ്കിൽ ഡിപ്രഷൻ, അത്തരം പ്രശ്നമുള്ള വ്യക്തികളുടെ ആ ഒരു ഗ്രൂപ്പിനാണ് OCD വരുന്നു, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ വരുന്നുവെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ സാവധാനമായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സുരേഷ്.
സാർ അപ്പോ ഏത് സൈക്കോളജിസ്റ്റിനെയാണോ സൈക്കാട്രിസ്റ്റിനെയാണോ ആരെയാണ് സാർ ഇതിന് കാണേണ്ടത്? വളരെ ഫലപ്രദം എന്ന് പറയുന്നത് ഒരു ടീമാണ് ഏറ്റവും നല്ലതായിട്ട് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു മെൻ്റൽ ഹെൽത്ത് ടീം, ആ ടീമിനുള്ളിൽ തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റ് ഉണ്ടാവണം, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഉണ്ടാവണം, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാവണം. അങ്ങനെയുള്ളൊരു ടീമാണ് ഏറ്റവും ഫലപ്രദമായി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ നടപടിക്രമം നൽകുവാൻ, ഇടപെടൽ നൽകുവാൻ തീർച്ചയായിട്ടും സാധിക്കും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. സതീഷ് ആണ് ബാംഗ്ലൂരിൽ നിന്നും. ഹലോ, കേൾക്കാമോ സതീഷ്? കേൾക്കാം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, ഈ എന്റെ ഒരു നീസിനെ ഈ OCD പ്രോബ്ലം ഉള്ള ഒരു പയ്യൻ കല്യാണം കഴിച്ചു. റൈറ്റ്. ഇത് പക്ഷേ നമ്മള് അതിനെക്കുറിച്ച് പയ്യനെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവൻ എല്ലാവരും പറഞ്ഞ പെർഫെക്റ്റ് പയ്യൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലായിടത്തും പെർഫെക്ഷൻ. ഈ OCDയുടെ ഒരു പ്രത്യേക മുഖമുദ്ര തന്നെ പെർഫെക്ഷൻ കൂടെയാണ്, പക്ഷെ കുറച്ച് കൂടുതലായി പോകുന്നേ ഉള്ളൂ പെർഫെക്ഷൻ. അതെ, അത് ഭയങ്കര ട്രാജഡി ആയിട്ട് പിന്നീട് എല്ലായിടത്തും ശേഷം മനസ്സിലായത്. അപ്പൊ നമ്മളിത് ഈ പെർഫെക്ഷൻ ഒരു ശാപമാണെന്നുള്ള കാര്യം ഈ പെർഫെക്ഷൻ ശാപമാണെന്നുള്ള കാര്യം നമ്മള് കല്യാണത്തിന് ശേഷം മനസ്സിലായത്, പഠിച്ചു. അതെ. പക്ഷെ നമ്മൾ ഈ കല്യാണത്തിന് മുൻപ് ഇത്തരം ഈ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ പറ്റും? നമ്മൾ ഇവരെ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പയ്യൻ വളരെ പെർഫെക്റ്റ് ആണ്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് അത് ആക്ച്വലി OCDയെക്കാളും ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ ഇൻ്റർവെൻഷൻ്റെ പ്രസക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഇപ്പോൾ പലപ്പോഴും മറ്റു പല സംസ്കാരങ്ങളിലും കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കുന്ന പെണ്ണിനും ചെറുക്കനും മിടുക്ക് വേണം, ഡേറ്റിങ്ങിനൊക്കെ വേണ്ടിയുള്ള സ്കില്ല് വേണം. ആ പ്രോസസ്സിൽ അവർ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള അവസരങ്ങളും ഒരു കെമിസ്ട്രി ഉണ്ടാകുന്നു നോക്കേണ്ട ഒക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ സംസ്കാരം എന്ന് പറയുന്ന വാക്ക് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതെ പോകുന്നതുകൊണ്ടും വളരെയധികം പൂവമ്പഴം പോലെ ഇരിക്കുന്ന ഒരു പയ്യനായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. ഒരു പക്ഷേ പൂവമ്പഴം പോലെ ഇരിക്കുന്ന പയ്യൻ പലപ്പോഴും നിർഗുണ പരബ്രഹ്മമായിരിക്കാം. നോബഡി നോസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, എന്റെ ഫ്രണ്ട്സിന്റെ കുട്ടികൾക്കൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഐ ഡു എഗ്രി വിത്ത് യു. കാരണം ഇപ്പം തന്നെ എനിക്കെന്നെ അറിയാമെന്നുള്ളത്, ഇപ്പം വെഡ്ഡിങ് വെൽസ് എന്ന് പറഞ്ഞ ശേഷം കേരളത്തിൽ തന്നെ ഒരു ഗ്രൂപ്പ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുക്കനും പയ്യനും ജാതകം നോക്കുന്നതിന് പകരം സൈക്കോമെട്രി, മാനസിക ആരോഗ്യത്തെ അളക്കുവാനും വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള ചില ടെസ്റ്റ് ബാറ്ററികൾ കൊടുത്തിട്ട് അത് പരസ്പരം നോക്കുകയും രണ്ടുപേരും എത്രത്തോണ്ട് മാച്ച് ചെയ്യുന്നു എന്നുള്ള മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ചില ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുന്നു. ഒരുപക്ഷെ അത്തരം ഇനിഷ്യേറ്റീവ്സ് ആയിരിക്കാം ജാതകത്തെയും മറ്റുള്ള സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രസക്തമായിട്ട് വരുന്നത് എന്നാണ് ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ OCD എന്ന് പറയുന്നത് ആങ്സൈറ്റി ഒരു ലക്ഷണമാണെന്ന് ഡോക്ടർ പറഞ്ഞു, സ്ട്രെസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കേസ്? മറ്റൊരു കേസ് സ്വാതി, എനിക്ക് മനസ്സിൽ വന്നത് വീണ്ടും വേറൊരു ലേഡി അടുത്ത കാലത്ത് കണ്ട്, ഞാനൊരു 1-2 യങ്സ്റ്റേഴ്സിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു. ഇവരൊരു 46-47 വയസ്സായ മിഡിൽ ഏജ്ഡാണ്, ഒരു വീട്ടമ്മയാണ്. അവർ മുൻപ് ഒരു മതത്തിലായിരുന്നു, ഇപ്പോൾ മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. 2 കുട്ടികളാണ്. അപ്പോൾ മൂത്തത് പെൺകുട്ടി, ഷീ ഗോട്ട് മാരീഡ്, കല്യാണം കഴിഞ്ഞു പോയി. ആ കുട്ടി ഒരു പ്രത്യേക മതത്തിൻ്റെ വളരെ സജീവമായ പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്ന ആളാണ്. ആ കുട്ടിയുടെ ഹസ്ബൻഡും അതിൽ വളരെ തീവ്രമായി നിൽക്കുന്ന, അപ്പോൾ അയാളുടെ പ്രൊഫഷൻ തന്നെ കളഞ്ഞ ശേഷം അയാളും മതത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിൽക്കുന്നു. അങ്ങനെ പോകുന്നു. പിന്നെ ഈ ലേഡിക്ക് 2ാമത്തെ മകൻ, അവനിങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ വീട്ടിൽ ഈ കേരളം നമ്മുടെ കഥകളിത്തലയൊക്കെ വെക്കാറുണ്ടല്ലോ പലപ്പോഴും വീട്ടിൽ കയറുന്നത്. അപ്പോൾ ഇവർക്ക് എന്താ ഗിഫ്റ്റ് കിട്ടിയ കഥകളിത്തല വെച്ചിരുന്നു. അപ്പം ഈ പെൺകുട്ടി, മകളായ പെൺകുട്ടിയുടെ വിശ്വാസം അനുസരിച്ച് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളോ തലകളൊക്കെ വയ്ക്കുന്നത് പാപമാണെന്ന് ധാരണയുണ്ട്. അപ്പോൾ ഇവൾ വന്നോടെ തന്നെ പറഞ്ഞ്, അമ്മ നമ്മളൊക്കെ വേറെ ഇതിൽ വിശ്വസിക്കാത്ത മത ചിന്തയിൽപ്പെട്ടവരായതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്നെടുത്ത് ദൂരെ കളഞ്ഞു. പക്ഷേ ദൂരെ കളഞ്ഞപ്പോൾ ഈ അമ്മയ്ക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. കാരണം നമുക്കൊരു കോളർ ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്നാണ്. കൃഷ്ണൻ ആണ് വിളിക്കുന്നത്. ഹലോ, കേൾക്കാമോ? ഡോക്ടറോട് സംസാരിക്കാമോ? പ്ലീസ് പറയൂ. ഡോക്ടർ, എൻ്റെ ഒരു കസിന് ഇങ്ങനെ കുറച്ച് മന്ത്സ് ആയിട്ട് ഒരു ചെറിയ ഡിസോർഡർ പോലെ ഇങ്ങനെ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കുട്ടികളൊക്കെ മര്യാദക്ക് നോക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഡൗട്ട് പോലെ. രാത്രി ഉറക്കം കുറവുണ്ട്. അപ്പൊ ഈ ഡോക്ടർ ഈ
എക്സ്പ്ലെയിൻ ചെയ്യുന്ന അസുഖം തന്നെയാണോ ഇത്, അതോ വേറെ എന്തെങ്കിലും ആണോ അത്? അല്ല, അതാവാം. പക്ഷെ നമ്മൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഇത് തന്നെയാണ് എന്ന് കൺക്ലൂസീവായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. ദർ ഇസ് എ ചാൻസ്. തീർച്ചയായിട്ടും OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആവാൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇങ്ങനെയുള്ള ഒബ്സസീവ് ഡൗട്ട്സ് ഉണ്ടാവുകയും കുറച്ച് വിഷാദം ഉണ്ടാവുക, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകുക, ഇതൊക്കെ കൂടി കുറ്റബോധം തോന്നുക, വല്ലാത്ത ആങ്സൈറ്റി തോന്നുക, ചിലപ്പം കുളിക്കാനും ഒക്കെ ഒത്തിരി ടൈം കൂടുതലെടുക്കുക, ഇതൊക്കെ സാധാരണ കാണുന്നത് OCDക്കാണ് സാധാരണഗതിയിൽ. പക്ഷേ ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ വേറെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷാദം എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് OCD, ഒബ്സസീവ് കമ്പൾസീവ് സിംറ്റംസ് കാണാം. ഇൻഫാക്ട് ചില സമയങ്ങളിൽ ഈവൻ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന തീവ്ര മാനസിക അനാരോഗ്യ അവസ്ഥയുടെ ഭാഗമായിട്ട് പോലും ചില വ്യക്തികളിൽ കമ്പൾസീവ് ആക്റ്റോ ഒബ്സഷനോ കാണാം. അതൊക്കെ ഒരു ലക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇതാണ്, അതുകൊണ്ട് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ് എന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് മറ്റ് ചില ഇതിന് സമാന സ്വഭാവമുള്ള മാനസിക അനാരോഗ്യ പ്രശ്നങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ മാറ്റേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ടെസ്റ്റുകളും സൈക്കോമെട്രിയും ഒക്കെ തന്നെ ഉപയോഗിക്കേണ്ട അത്യാവശ്യമുണ്ട്. പക്ഷേ എങ്കിൽ താങ്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദർ ഇസ് എ സ്ട്രോങ് ചാൻസ് ദാറ്റ് ദിസ് പർട്ടിക്കുലർ പേഴ്സൺ മേ ഹാവ് OCD ആവാനുള്ള സാധ്യത കൂടുതലാണ്. റൈറ്റ് ഡോക്ടർ നമ്മൾ പറഞ്ഞു. യെസ്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകള് ഇങ്ങനെ വന്ന ശേഷം ഈ കഥകൾ എടുത്തു കളഞ്ഞു. അപ്പോൾ അതിനുശേഷം അമ്മയ്ക്ക് വല്ലാത്തൊരു ഷോക്കായി. ഷി ഷുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ് എന്നൊരു തോന്നൽ. അതിനുശേഷം അമ്മയുടെ സ്വഭാവത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. വളരെ റിലീജിയസ് ആയിട്ടുള്ള അമ്മയായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു വല്ലാത്ത ചിന്ത, ഞാൻ എൻ്റെ മകൾ കിടക്കുന്ന ബെഡിനെ കത്തിക്കും. ആ ചിന്ത വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് കത്തിക്കും. ബട്ട് അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഷീ നോസ് ഇറ്റ് പ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാരണം ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ തയ്യാറാവുന്ന അമ്മയല്ല. പക്ഷേ ഇത് വല്ലാതെ ചിന്ത. അതിൻ്റെ ഫലമായിട്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയൊക്കെ മാറ്റി വയ്ക്കും. കാരണം മണ്ണെണ്ണ വല്ല ഇരുന്ന് കഴിഞ്ഞാൽ കത്തിക്കുമോ എന്നുള്ള പേടി. ബട്ട് ഷി വോണ്ട് ഡു ഇറ്റ് പ്രിറ്റി വെൽ. അതൊരു സൈഡ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്ന മകനെ കുറിച്ച്. മകനെ വളരെ സ്നേഹിക്കുന്നൊരു അമ്മയാണ്. പക്ഷേ അമ്മയ്ക്കൊരു തോന്നൽ, മകനെ ഞാൻ ഡാമേജ് ചെയ്യും, ഞാൻ ഉപദ്രവിക്കും, ആക്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഷാർപ്പായിട്ടുള്ള ഓബ്ജക്ട്സുകൾ മുഴുവനെടുത്ത് മാറ്റാൻ തുടങ്ങി. കത്തി എന്തെങ്കിലും പപ്പടം കാച്ചുന്നൊക്കെ വയ്ക്കുന്ന കമ്പിയുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ ഇതെല്ലാം എടുത്ത് മാറ്റി വയ്ക്കാൻ തുടങ്ങി. കാരണം ഇതുവരെ ഇരുന്ന് കഴിഞ്ഞാൽ കഷ്ടകാലത്തിന് ഞാൻ എൻ്റെ മകനെ ആക്രമിച്ചാലോ ഐ മേ എന്നുള്ള തോന്നൽ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു നിലയ്ക്കുള്ള ഒബ്സഷൻ്റെ സിംറ്റംസ്. ഡോക്ടർ, ആ ഒരു കഥകളിയുടെ തല ഉണ്ടായി എന്ന് പറഞ്ഞു, അതെടുത്ത് മാറ്റിയതിൻ്റെ ദേഷ്യമാണോ അതോ? അല്ല, അങ്ങനെയല്ല. അവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നൊരു വ്യക്തിക്ക് കഥകളിത്തല മാറ്റി എന്നതിലൂടെ ഉണ്ടായത് ഒരു സ്ട്രെസ്സാണ്, ഒരു പിരിമുറുക്കം. അപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ഒരു പ്രിഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ, ടെൻഡൻസി ഉണ്ടെങ്കിൽ, ദാറ്റ് വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇവിടെ ഈ കേസിൽ OCD ആയിട്ട് വന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ തരങ്ങളിൽ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ വളരെ ഭിന്നമായ OCD ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കാണപ്പെടുന്ന പലപ്പോഴും ഇപ്പം 2-3 സുഹൃത്തുക്കൾ ചോദിച്ച പോലെ എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല, നിൽക്കുന്നു. അതെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച ഇതേ വിഷയമായി തുടരാം. അതുവരെ നന്ദി, നമസ്കാരം.